നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ചൈനീസ് സോസാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഷെസ്വാൻ സോസ് വളരെ ഈസിയും ഹെൽത്തിയും ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ ചൈനീസ് ഐറ്റംസായ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചില്ലി പ്രോൺ, സ്റ്റർ ഫ്രൈ ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഷെസ്വാൻ സോസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഷെസ്വാൻ സോസിനായിട്ട് ഞാനിവിടെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഏതാണ്ട് ഒരു 250 കൂടുതൽ വരും കേട്ടോ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി പിരിയൻ മുളകും കൂടെ ചേർക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സീഡ് കളഞ്ഞെടുക്കാം. അപ്പം ഞാൻ സീഡ് കളഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും കുറച്ച് എരിയോടുകൂടി തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ചില്ലി സോസാണല്ലോ, അപ്പോൾ അത് കുറച്ച് എരി വേണം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം എപ്പോഴും നമ്മൾ ഈ വറ്റൽമുളക് കടകളിലൊക്കെ പാക്ക് ചെയ്തിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ പാക്കിങ്ങിന് മുമ്പ് ഇത് തറയിലൊക്കെ എടുത്തിട്ടാണ് ഉണക്കുകയും പിന്നെ അത് പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഈ ഒന്നാമത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ തറയിലെല്ലാവരും തുപ്പുന്നൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് ഈ വറ്റൽമുളകൊക്കെ എടുക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കഴുകി നമുക്ക് തന്നെ ഉണക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മുടെ ഒരു ആരോഗ്യത്തിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനെ ഒരു 20 മിനിറ്റ് ഇത് കണക്ക് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ സമയം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഉണക്കമുളക് അതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഉണക്കമുളക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. കാരണം അതിങ്ങനെ പൊന്തി വരും. അപ്പോൾ അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 3 മിനിറ്റ് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് നല്ലതുപോലെ അതൊരു ശരിക്കും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് തന്നെ മനസ്സിലാവും. അതിനുശേഷം നമുക്ക് അടുപ്പ് ടേൺ ഓഫ് ചെയ്ത് കുറച്ച് നേരം അതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കുക. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ബൗളിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കരുത്. ഒരു മിൻസ് പോലെ പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കില്ലേ, ആ ഒരു പരുവമാണ് ഈ ഷെസ്വാൻ സോസ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കളയണ്ട. ഈ വെള്ളം നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് ശരിക്കും അങ്ങ് നീട്ടിക്കളയരുത്. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഒരു ചതച്ച പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം വെച്ച് നമ്മൾ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ 1/4 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇഞ്ചി എപ്പോഴും എടുക്കുമ്പോൾ കുറവായിരിക്കണം വെളുത്തുള്ളിയേക്കാളും, അത് ശ്രദ്ധിച്ചോളണം. ഇല്ലെങ്കിൽ പിന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒരു 1/4 കപ്പും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും തീ കുറച്ചിടണം കേട്ടോ. തീ കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പം നമ്മളവിടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അതിൽ മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റെയർ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എണ്ണ കുറച്ച് തോനെ വേണം. കാരണം എപ്പോഴും നമ്മൾ ഈ സോസുകളിലൊക്കെ ഒഴിക്കുമ്പോൾ എണ്ണയിൽ വേണം അതിങ്ങനെ കുക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അത് തീ വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്യണം. 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കും കണ്ടോ. ഇതാണ് അതിൻ്റെ. ഇപ്പോൾ ഇവിടെ ശരിക്കും സോസ് റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണ പൊന്തി വരുന്നതാണ് ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ടേൺ ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതൊന്ന് എരി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കൂടത്തൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ അതിലേക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1-2 ഐറ്റംസ് കൂടെ ചേർക്കണം. സോയാ സോസാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇത് വിനീഗറാണ്. അതും നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ സാധാ വിനീഗറാണ് കേട്ടോ. അതിന് ശേഷം കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ്. 1 ആയാലും 2 ആയാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാടാണ് ചെയ്യുന്നെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഒഴിച്ച് ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് തണുക്കുമ്പം നമുക്ക് ബോട്ടിലിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരുപാട് നാളിരിക്കും കേട്ടോ, കേടൊന്നും വരില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് ഫ്രൈഡ് റൈസോ ചില്ലി ചിക്കനോ ഒക്കെ ചെയ്യുമ്പോൾ, സ്റ്റർ ഫ്രൈ ഒക്കെ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ശരിക്കും. ഹെൽത്തി ആയിട്ട് വീട്ടിൽ ചെയ്ത് വെക്കാം, ഒന്നുമില്ല കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് പ്രത്യേകം കൊടുക്കുക താഴെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.